ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ ഒരു പ്രഭാതത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും ക്രിസ്തയേശുവിലുള്ള പ്രഭാത വന്ദനത്തെ നേരുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതായ ഭാഗം ശബത്തിനും കർത്താവ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ നമ്മോട് പറയുന്നു: കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഇവിടെ നമ്മോട് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവസത്തെക്കുറിച്ച്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു തനിക്ക് ഈ ഭൂമിയിൽ ആയിരിക്കുന്നതായ സമയത്ത് വിശുദ്ധ ശബത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു ചെല്ലുകയും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രഘോഷിക്കുകയും ചെയ്യുകയുണ്ടായി. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 27-28 വാക്യങ്ങൾ ഇങ്ങനെ നമ്മോട് പറയുന്നു: പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സൃഷ്ടിയുടെ ഓരോ ദിവസത്തിൻ്റെയും ഓരോ സമയങ്ങൾ കഴിയുമ്പോൾ 7-ാം ദിവസത്തെ കർത്താവായ യേശുക്രിസ്തു അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചതായിട്ട് തിരുവചനത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. മനുഷ്യന് വേണ്ടിയാണ്, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ശബത്തിനെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത്. എന്നാൽ അതിനും മുകളിലാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരം എന്നത് തിരുവചനത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. ശബത്തിൻ്റെ ഓരോ പരിപാവനതയും കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കൂടി ശിഷ്യന്മാരിൽ കൂടി ഈ ലോകത്തിൻ്റെ ജനതയ്ക്കും പരിചയപ്പെടുത്തി തരികയാണ്. ഇവിടെ കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ച് ഇവിടെ ഇങ്ങനെ പറയുന്നു. യോവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു: യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തന്റെ പക്കൽ നിന്നും സംഹാരം പോലെ വരുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവസം എന്ന് പറയുന്നത് വിശുദ്ധ ശബത്തിന്റെ 7-ാം ദിവസമായ വിശുദ്ധ ശബത്ത് ആകുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തുവിനോട് തൻ്റെ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു: ആ ദിവസത്തെക്കുറിച്ചോ സമയത്തെക്കുറിച്ചോ കാലത്തെക്കുറിച്ചോ പുത്രന് അറിയില്ല. അത് ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു ദിവസം മാത്രമാണ്. ആ ദിവസം എന്ന് പറയുന്നത് അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരും എന്ന തിരുവചനത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിന് മുന്നോടിയായി നടക്കുന്നതായ ചില സംഭവങ്ങളെ കുറിച്ച് വെളിപ്പാടുകാരൻ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഇരുന്നതുകൊണ്ട് കാണുകയാണ്. താൻ കാണുന്നതായ ഓരോ ദർശനങ്ങളും ലോകത്തിന്റെ അവസാനത്തോട് അടുത്തിരിക്കുന്നു എന്ന് വെളിപ്പാടുകാരൻ യോഹന്നാന് കർത്താവായ യേശുക്രിസ്തു കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് വെളിപ്പാടുകാരൻ യോഹന്നാൻ ഇങ്ങനെ എഴുതുന്നു: കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എന്നാൽ ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ യോഹന്നാൻ മനസ്സിലാക്കുകയും കർത്താവിന്റെ ദൂതനിൽ കൂടി യോഹന്നാൻ അത് കാണാനിടയാക്കുകയും സാധിക്കുന്നു. ഇവിടെ അവസാനമായിട്ട് നമ്മോട് ഇങ്ങനെ പറയുന്നു, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു: ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ വലിയ പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമെങ്കിലും അപ്പോസ്തലനായ സ്തേഫാനോസിനെ പോലെ പീഡനങ്ങൾ വരുമ്പോൾ നമ്മൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ നിൽക്കുന്നതുമായ ഒരു കാഴ്ച സ്തേഫാനോസ് ഇവിടെ കാണുകയാണ്. ആകയാൽ കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെയും ഉണ്ടെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനായി ഒരുക്കമുള്ളവരായി പ്രാപ്തിയോടിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പൊന്നു ദൈവമേ, അങ്ങയുടെ വീണ്ടും വരവിനായി ഒരുക്കമുള്ളവരായി സധൈര്യം പ്രാപ്തിയോടെ കാത്തിരിപ്പാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.